ഇവിടെ ഒരു ബോർഡുണ്ട്, മൂന്നാർക്ക് 90 കിലോമീറ്റർ, കോതമംഗലം 16 കിലോമീറ്റർ, MC റോഡ് റൈറ്റ് പോകണം. മൂന്നാറും കോതമംഗലം നേരെ ഉണ്ടോ. മൂവാറ്റുപുഴ 18 കിലോമീറ്റർ റൈറ്റ്, കീഴില്ലം റൈറ്റ്, മലയാറ്റൂർ 11 കിലോമീറ്റർ ലെഫ്റ്റ്. മലയാറ്റൂരിലേക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. പിന്നെ കുറിച്ചിലക്കോട് അതിന് ലെഫ്റ്റ്, ഏകദേശം 7 കിലോമീറ്റർ 800 മീറ്റർ. അപ്പോൾ അവിടെ നിന്നാണ് ആ ജംഗ്ഷനിൽ നിന്ന് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണെന്നാണ് പറയുന്നത്. നമ്മൾ നേരെ പോകുന്നു. ഡെസ്റ്റിനേഷൻ ഇല്ലാത്തതുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും പോകാമല്ലോ. കുറുപ്പമ്പടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടുന്ന് ചെറു ടൗൺ, കുറുപ്പമ്പടിയിലെ ചെറിയ ടൗണാണ്. അപ്പോൾ നമുക്ക് കാണിച്ചിട്ടുണ്ടോയെന്നറിയില്ല ടൗൺ. ഇവിടുത്തെ ലെഫ്റ്റാണ് മലയാറ്റൂർ. നേരെ പോവാം. കുറുപ്പമ്പടി അത്യാവശ്യം ഒരു ടൗണാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ ഉണ്ട് താഴേക്ക്. അപ്പോൾ ഞങ്ങളിപ്പോൾ കുറുപ്പമ്പടി ടൗണിലൂടെ പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അത്യാവശ്യം ഇവിടെയൊക്കെ തുറന്നിട്ടുണ്ട്, പല കടകളും തുറന്നിട്ടുണ്ട്. ആപ്പിൾ 100 മേടിച്ചിട്ടുണ്ട്, കിലോ അടിച്ചിട്ടില്ല. 1/2 കിലോ അടിക്കില്ല. മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ആപ്പിളൊക്കെ. കഴിക്കണൊക്കെ കഴിക്കും, കഴിച്ചാൽ. അപ്പോൾ ഓക്കെ, കുറുപ്പമ്പടി ടൗണും കഴിഞ്ഞ് നമ്മൾ പതിയെ ഗ്രാമപ്രദേശത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. നല്ല ഗ്രാമങ്ങളായിട്ടില്ല, നല്ല ഗ്രാമങ്ങൾ പറ്റും. പിന്നെ കൂടുതൽ ആളും അനക്കുള്ള ഭാഗങ്ങളും പ്രത്യേകതയുണ്ട്. നമ്മൾ ശബ്ദമായി കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇവിടെ ഒരു ബോർഡ് കൂടി ഉണ്ട്. പാണിയേലിപ്പോൾ ഒരു 14 കിലോമീറ്റർ ലെഫ്റ്റ്, കോട്ടപ്പടി എന്ന് പറഞ്ഞ സ്ഥലം 8 പോയിന്റ്. അതിൽ 2 ലെഫ്റ്റാണ് കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്താം. തെങ്ങളെ പോകണ്ടെന്ന് നോക്കാം. മൂന്നാർ കോതമംഗലം നേരെ കോട്ടപ്പടി വേങ്ങൂർ പാടിയത്. ഓക്കെ, അത് ലെഫ്റ്റാണ്. എങ്ങോട്ട് പോകണം നോക്കാമല്ലേ? ഓക്കെ, ഗ്രാമപ്രദേശം. കയറാൻ വണ്ടി തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഊണ് റെഡിയാണ് കേട്ടോ, റെസ്റ്റോറൻറ്റ്. നമ്മൾ ഊണ് കഴിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഹൈവേ ആണ്ടോ, മുമ്പ് ചെറിയ വഴിയായിരുന്നിരിക്കാം, അതുകൊണ്ടാണ് ഈ തിരക്ക്.
കാര്യമില്ല. അത് അവിടെ നിർത്താൻ വേണ്ടിയാണോ പോയത്? വേണ്ട, ആ സ്റ്റോപ്പിൽ നിർത്താൻ വേണ്ടിയാണോ പോകുന്നത്? പോക്ക് മുടിക്കരായി എന്ന് പറഞ്ഞ സ്ഥലമാണ്. മുടിക്കരായി നാടൻ തട്ടുകട. ഊണും കപ്പ കൂൾ ഡ്രിങ്ക്സ്. ഊണും കപ്പയും കൂൾ ഡ്രിങ്ക്സും തമ്മിൽ എന്താ മാച്ചിങ് എന്നൊരു പിടിയും കിടക്കില്ല. ഇവിടെ ചെറിയൊരു തട്ടുകടയുണ്ട് കേട്ടോ. പച്ചക്കറി ഫ്രൂട്ട്സുകളൊക്കെ കിട്ടും. ഒരു നാടൻ കടകൾ. മുടിക്കരായി എന്ന് പറഞ്ഞ സ്ഥലമാണ്. മുടിക്കരായി ഗ്രാമപ്രദേശമാണെന്ന് വെച്ചാലാണ്. നമ്മൾ ഉൾപ്രദേശത്തേക്ക് പോറായിട്ടില്ല. ആര്യ പ്യുവർ വെജ് വെജിറ്റേറിയൻ അത് തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നുള്ളൂ. റൈറ്റ്. കിട്ടിയ സ്ഥലത്തൊരു ഷെഡ് പോലെ കിട്ടിയിട്ട് അവരവിടെ റെസ്റ്റോറൻറ്റ് ചെയ്യണം. വീട് വാടകയ്ക്ക്. നല്ല വീടാണ്. റോഡ് സൈഡായതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുണ്ടാവും. അതൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളാണ്. ചെറിയ ഷോപ്പുകളാണ്. ഒരു ആവറേജ് വലിയ ഇതൊന്നുമില്ലാതെ ജീവിക്കുന്ന കുറേ പേരുണ്ട്. ഇവിടെ കായൽ സദ്യ ഉണ്ട്. ഇലയിലൂണ് ബിരിയാണി. മിറാക്കിൾ ഹോട്ടൽ കായൽ സദ്യ. ആ കാണുന്നതാണ്, റൈറ്റ് സൈഡിലാണ്. ഇവിടെയുണ്ട് ഇലയിലൂണ്. ഈ ഇലയിലൂണ് ഇപ്പോൾ സ്പെഷ്യലാണെന്നോ? എല്ലായിടത്തും ഇലയിലും ഊണെന്ന് പറയാനുണ്ട്. ആളുകൾക്ക് ഇപ്പോൾ അത് താല്പര്യമായിരുന്നു. മൂട്ടക്കാറാണ്, എന്നാലും വെച്ച് കയറി വരും. ഇവിടെ ഗ്രാൻഡ്മ കറി പൗഡറിൻ്റെയൊക്കെ കമ്പനിയാണ്. ഫ്രോസൺ ഫുഡ്. ഫ്രോസൺ ഫുഡ് ഗ്രാൻഡ്മ. കയറിയ ഇവിടെ ഒറ്റകടറുണ്ട്. ഇതൊക്കെ ഇവിടെ ഒരു കോൺക്രീറ്റിൻ്റെയൊക്കെ കുറേ ചട്ടി രൂപങ്ങൾ, എല്ലാ ടൈപ്പ് സാധനങ്ങളുണ്ട്. കോൺക്രീറ്റാണ് കംപ്ലീറ്റ്. രണ്ട് സിംഹം വാവൊളിച്ചിരിപ്പുണ്ട്. അപ്പം പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ കുറേ ഫാക്ടറി, ചെറിയ ചെറിയ നിർമ്മാണശാലകൾ, ഓരോരുത്തരുടെ ജീവിതമാർഗങ്ങളാണ് അതൊക്കെ. അതും നമ്മളിവിടെ കാണുന്നുണ്ട്. പലവിധ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകതയാണ്. അവിടെ ഒരു പഴയ വീട് പൊളിച്ചു കഴിഞ്ഞു. ഫ്രണ്ടിൽ പുതിയ വീട് പണിത് തറവാട് പൊളിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വാതിലും ജനലൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. മണ്ണ് വെച്ച് നല്ല സുഖം, തണുപ്പുള്ള. ഇപ്പോഴത്തെ കോൺക്രീറ്റ് വീട്ടിലൊക്കെ താമസിച്ച് ചൂട് കിട്ടുമ്പോൾ അതിൻ്റെ വർക്കില്ല. കാലം മാറുമനുസരിച്ച് പുറം മാറുന്നതാണ്. അവിടെയുണ്ട് ഒരു ചെറിയ ഒരു ഓടിട്ട വീട്. അതൊക്കെ നല്ല സുഖമായിരിക്കും. അതിൻ്റെ കമത്തോടെ മറ്റേ ഇതുണ്ട്, ആ പുക ചിമ്മിനിയുണ്ട്. ഇത് ഹോട്ടലായിരുന്നു. അങ്ങോട്ടൊക്കെ കൃഷിയാണ്, ജാതിക്ക കൃഷി. എൻജിനിലിരുന്ന് എന്ത് കസപ്പ് കാണിച്ചാലും കാര്യം. എൻജിൻ വെച്ച് നമ്മൾ എൻജിൻ്റെ പവർ ഉപയോഗിച്ച് കാണിച്ചാലൊന്നും വലിയ ഇതില്ല, അതിനൊന്നും പവറില്ല. നമ്മൾ സ്വന്തം അധ്വാനത്തിൽ വേണം പോകാൻ. തന്നെയല്ല, ഇതിപ്പോൾ നമുക്ക് എല്ലാ കാഴ്ചകളും കണ്ടുപോവാം. സൈക്കിളിൻ്റെ ഒരു പ്രത്യേകത എന്നാണ്.
മറ്റേ നമ്മൾ ഏതെങ്കിലും അവിടെ ഒരു ഓടിച്ച വീടുണ്ടായിരുന്നു കേട്ടോ. പഴയ കാലത്തെ വീടുകൾ കാണുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ലളിതവും സുന്ദരവുമായ വീടെന്ന് തന്നെ പറയാം. ഇപ്പോഴൊക്കെ ഒരു തരം എന്താ പറയുക, താല്പര്യം കേരളത്തിൽ ജീവിക്കാൻ പറ്റിയ വീടെന്ന് പറഞ്ഞാൽ ശരിക്കും മറ്റേ അവിടെ നല്ലൊരു മഴക്കാറും കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് മുന്നോട്ട് പോകാം. പറഞ്ഞു വന്നത് സൈക്കിളിന് പോകുമ്പോൾ നമുക്ക് ഇത്തരം കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അതേസമയം ഒരു കാറിനോ ബൈക്കിനൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ കണ്ടിട്ട് ഒറ്റ പോക്കാം. കണ്ണടച്ച തുറക്കുന്ന കാര്യത്തിൽ അവിടെ എത്തുന്നു. കുറച്ച് എന്തെങ്കിലുമൊക്കെ റീൽസോ ഷോർട്സോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഒരു പോക്ക് പോകുന്നു. തിരിച്ച് എന്താണെന്ന് വെച്ചാൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു പിടിയില്ല. അവിടെ പോയതിൻ്റെ ആ ഒരു ഫീല് പോലും അവർക്ക് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പം സൈക്കിൾ ഔട്ടി പോകുമ്പോഴൊക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ കൂടുതൽ പേര് കാണുന്നുണ്ട്. എളുപ്പമല്ല സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ, എളുപ്പമല്ല. എല്ലാവർക്കും പറ്റില്ല അത്. ഇതൊരു സാധനമുണ്ട് ട്രെയിൻ പോട്ടെ. ഡാക്ടറാണ് ഓക്കെ. അപ്പം ഇത് ചെറുകുന്നം എന്ന് പറഞ്ഞ സ്ഥലമുണ്ടോ? ചെറുകുന്നം അതവിടെ വെച്ച് കണ്ടു കാണുന്നു. അത് നോക്കണ്ടായിരിക്കും. ഒരു കല്ലിൽ ക്ഷേത്രം റൈറ്റ് സൈഡിൽ. ചെറുകുന്നം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ജാതിത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ റൈറ്റ് ആയിരിക്കും. ആ റൈറ്റ് അല്ല, ഗ്രാമപ്രദേശമാണ്. രണ്ട് സൈഡുണ്ട് കേട്ടോ ഗ്രാമം. പിന്നെ അതും പോയി നോക്കിയാലും കുറേ ദൂരം ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അതിന് കോൺക്രീറ്റ് വഴിയാണ്. അടുത്ത വശത്ത് ചെറിയ തോട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഏകദേശം ഒരു സമയമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. 1 മണിയായി. നമ്മളിനിയിപ്പോൾ എന്തായാലും വെറുതെ നീട്ടിക്കൊണ്ടുപോയിട്ട് കാര്യമില്ല. തോട് പൂപ്പനാണെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, അഴുക്കൊന്നുമില്ല. ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട്, മീൻകുളം. ഏതൊരു വാട്ടർ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മീൻകുളമാണ്. നമുക്കൊരു കാര്യം ഇവിടെ തന്നെ നിൽക്കാം ഭക്ഷണം കഴിക്കാൻ. ഓക്കെ. അപ്പോൾ ഇത് ചെറുകുന്നം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഭക്ഷണം കഴിക്കാൻ തരും. ചെറുകുന്നം എന്ന് പറഞ്ഞ കപ്പലണ്ടിയില്ല. അപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് കപ്പലണ്ടിയും ഇതാന്നത്തെ പോലെ അവലും പഴവും ഇച്ചിരി ശർക്കര ഇട്ടുണ്ട്. ഓക്കെ. കപ്പലണ്ടി ഇപ്പോൾ കഴിക്കണില്ല. ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് എഴുതിയാണ്, പക്ഷേ ഭയങ്കര വാഹനത്തിൻ്റെ തിരക്ക്. ആ ഭാഗത്തേക്ക് എന്തോ ഉണ്ട്. ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട്, ഒരു വാട്ടർ പദ്ധതിയുടെ കുളമുണ്ട്. ജലം ശുദ്ധീകരിച്ച് ഇവിടെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന എന്തോ പദ്ധതിയാണ്.
എന്താ വണ്ടിത്തിരക്കാണ് അങ്ങോട്ട്, ആളുകളിങ്ങനെ സ്ഥിരം പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല. തന്നെയല്ല നല്ല വെയിൽ. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോകാമെന്നിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കണില്ല. ഓക്കെ.